ഹലോ ഓൾ. സോ KATയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലേ. കാറ്റ് എന്ന് പറയുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ എന്നാണ് നോട്ടിഫിക്കേഷൻ വരിക എന്ന് കരുതി എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു എക്സാം ആണ്. ഡിഗ്രി ലെവൽ എക്സാം ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. സിലബസ് കാര്യങ്ങളുടെ എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസും വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്ന് വരെ അപേക്ഷിക്കാം തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം നോക്കാം കേട്ടോ. സോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നതാണ് പോസ്റ്റ്. കാറ്റ് അസിസ്റ്റന്റ് എന്നുള്ളതാണ് പോസ്റ്റ്. സോ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 3/10/2025 വരെയാണ്. അതായത് ഒക്ടോബർ 3 തീയതി വരെ, 2025 ഒക്ടോബർ 3 തീയതി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ സ്കെയിൽ ഓഫ് പേ എത്രത്തോളമാണ് ഇതിനൊരു സാലറി ഉണ്ടാവുക എന്ന് വെച്ചാൽ 39,300 രൂപ മുതൽ 83,000 രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. ഇനി നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് നിലവിൽ വന്നിട്ടില്ല. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് മാത്രമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, കൃത്യമായിട്ടൊരു എണ്ണം വന്നിട്ടില്ല. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നുള്ള രീതിയിൽ മാത്രമാണ് വേക്കൻസി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 39,300 മുതൽ 83,000 വരെ സാലറി സ്കെയിൽ വരുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു പോസ്റ്റ്. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസ് അപ്പോൾ സാധാരണ ഇതിൽ ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതുന്നവരാണെങ്കിൽ എഴുതാവുന്നതാണ്. എനി ഡിഗ്രി പോസ്റ്റാണ്. അപ്പോൾ നമുക്കറിയാം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ലോ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പോസ്റ്റ് ആണോ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണിത്. എക്സാമിന് 50 മാർക്ക് ലോ റിലേറ്റഡ് ടോപ്പിക്സിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് കരുതി ലോ റിലേറ്റഡ് ഡിഗ്രി ചെയ്തവർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. എനി ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇതിൽ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുകൂടെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ലോ റിലേറ്റഡ് ആയിട്ട് വരുന്ന 50 മാർക്കിന് വരുന്ന ആ ഒരു സിലബസും കൂടെ എക്സ്ട്രാ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. ബാക്കി 50 മാർക്കിൻ്റെ നമുക്ക് സാധാരണ ഇതിലുള്ള PSCയുടെ സിലബസ് ആണുള്ളത്. ഒരു 50 മാർക്ക്, 100 മാർക്കിൽ 50 PSC സിലബസും ബാക്കിയുള്ള 50 ലോയിൽ നിന്നുള്ള സിലബസുമാണ് വരുന്നത്. ഈ ഒരു ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ ഈ ലോയിൻ്റെ സിലബസ് നിങ്ങൾക്ക് ആ ഒരു 50 മാർക്കിന് വേണ്ടിയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ മോഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, ട്രാൻസ്ഫർ അല്ല, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ്, ആർക്കൊക്കെ ഏത് പ്രായപരിധിയിൽ വരുന്നവർക്ക് അപ്ലൈ ചെയ്യാം എന്ന് ചോദിച്ചാൽ 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ്. കൃത്യമായ ഡേറ്റ് തന്നിട്ടുണ്ട്. 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഡേറ്റ്സ് കൃത്യമായിട്ട് നോക്കുക. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂഡഡ് എന്ന് പറയുന്നത് ഈ 2 തീയതികളും ഉൾപ്പെടെയുള്ള ഇത്രയും ഏജിന് ഉള്ളിൽ വരുന്നവർക്കാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർ. ഇനി മറ്റുള്ള റിസർവേഷൻ, ഷെഡ്യൂൾ കാസ്റ്റിനും അതുപോലെ ഷെഡ്യൂൾ ട്രൈബിനും OBCക്കും എല്ലാത്തിനുള്ള റിസർവേഷൻസ് സാധാരണ രീതിയിൽ ഉണ്ടാകും. ഇനി ക്വാളിഫിക്കേഷൻ എന്താണ്? ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രി എന്നുള്ളതാണ്. ഓക്കെ, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഡിഗ്രി എന്നുള്ളതാണ് യോഗ്യത. അതോടൊപ്പം തന്നെ ഡിസൈറബിൾ ഡിഗ്രി ഇൻ ലോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലോ ഡിഗ്രി ഉണ്ടെങ്കിൽ, അതായത് ഒരു LLB ഉണ്ടെങ്കിൽ അത് ഡിസൈറബിൾ ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നിർബന്ധമല്ല എന്നുള്ളതാണ്. ലോ ഡിഗ്രി തന്നെ വേണം, അല്ലെങ്കിൽ ലോ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. സാധാരണ ഏത് വിഷയത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും ഗ്രാജുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഡിസൈറബിൾ ആയിട്ടുള്ളത് ലോ ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ലത്. കാരണം എന്തുകൊണ്ടാണ്? ഈ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേയെല്ലാം ലോ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളായിരിക്കും ചെയ്യേണ്ടി വരിക. എക്സാമിലും പകുതിയോളം സിലബസ് ലോ റിലേറ്റഡ് ആയിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഒരു പക്ഷേ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്ന് കരുതി മറ്റുള്ളവർക്ക് പറ്റില്ല എന്നില്ല. ആ ഒരു സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഈ ഒരു എക്സാമിന് എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലോ റിലേറ്റഡ് ജോബ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുമ്പോൾ ലോ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളാണ്. നിയമപരമായിട്ടുള്ള ഒരു അറിവുള്ളവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കാം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ലോ ഡിഗ്രി ഡിസൈറബിൾ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ എക്സാം എനി ഡിഗ്രി എക്സാം ആണ്. ഇനി
ഏതെങ്കിലും എന്താണ് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനി സബ്ജക്റ്റിൽ UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള തത്തുല്യമായിട്ടുള്ള ഒരു ഡിഗ്രി യോഗ്യതയാണ് ആവശ്യമുള്ളൂ. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അപ്ലൈ ചെയ്യേണ്ടത് www.keralapsc.government.in എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, അതിൽ അപ്ലൈ നൗ ബട്ടൺ കൊടുത്തിട്ട് നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്യുക. ദെൻ അതിനുശേഷം മൈ ആപ്ലിക്കേഷൻസിൽ നിന്നും നിങ്ങൾക്ക് അപ്ലൈ ചെയ്തതിൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ് എന്ന് പറയുന്നു. അതുപോലെ ആധാർ നമ്പർ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. നെയിം ഓഫ് കാൻഡിഡേറ്റ്, ഫോട്ടോ പോലുള്ള ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്, SSLC ബുക്കിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാസ്റ്റോ കമ്മ്യൂണിറ്റിയോ ഒക്കെ SSLC ബുക്കിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ്റെ മാറ്റം കൃത്യമായിട്ട് കാണിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. വെരിഫിക്കേഷൻ ടൈമിൽ, വെരിഫിക്കേഷൻ്റെ ടൈമിലാണ് അത് വരുള്ളൂ. ആ ഒരു ടൈമിൽ കൃത്യമായിട്ട് അത് കാണിക്കേണ്ടതാണ്, പ്രൊവൈഡ് ചെയ്യേണ്ടതാണെന്ന് പറയുന്നുണ്ട്. യെസ്. ഇനി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്നാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലാസ്റ്റ് ഡേറ്റ് എന്താണ്? 3/10/2025 ഒക്ടോബർ 3-ാം തീയതിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. വെള്ളിയാഴ്ച രാത്രി 12 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ അഡ്രസ്സ് എന്താണ്? keralapsc.government.in എന്നുള്ള സൈറ്റിലേക്കാണ് എന്താണ് ആപ്ലിക്കേഷൻസ് അയക്കേണ്ട സൈറ്റ്. ഇനി ഫോട്ടോ, ഐഡന്റിറ്റി കാർഡ്, അതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ നോക്കാനായിട്ട്, അതിൽ പാർട്ട് 2 നോക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് കാറ്റഗറി നമ്പർ 269/2025 കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സിലബസിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവും. അതനുസരിച്ച് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പകുതി പോർഷൻസ് PSC നിന്നും പകുതി പോർഷൻസ് ലോ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, എന്ന് കരുതി ഇനി ഡിഗ്രി എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ലോ റിലേറ്റഡ് പോർഷൻസ് കൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് അറ്റംപ്റ്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും മാക്സിമം ആയിട്ട് ഉപയോഗിക്കുക. നല്ല രീതിയിൽ തന്നെ ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്ത് തന്നെ എക്സാമിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള മറ്റ് PSC അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും അറിയിക്കുക. സോ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.